എന്റെ മനസ്സിന് കാണുന്നത് ഇഷാനി ബുക്ക് ചെയ്തു, അശ്വിൻ ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ കൊച്ചിന് ഹൻസ് കൊച്ചിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. ഇൻ കേസ് ചോദിച്ചാൽ അടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ. വലിയ കുട്ടിക്ക് കാല് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി വർഷത്തെ ഒരു 12 വിവാദമെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യൂട്യൂബ് ഫാമിലി ആയിട്ട് എനിക്ക് ഇവരെ കണക്ക് കൂട്ടാനായിട്ട് കഴിയും. അതിൽ മെജോറിറ്റി കേസസ് ഉണ്ടാക്കുന്ന അസിടാക്സ് ഓസി ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓസി ഉണ്ടാക്കിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവാദത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അശ്വിൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. സ്വഭാവം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും ആൾക്കാരെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും വളരെ പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായിട്ട് തന്നെയാണ് ഈ വരുന്ന എല്ലാ വീഡിയോസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഭാര്യ പറയുന്നതിന്റെ അപ്പുറത്തോ അമ്മായിയമ്മ പറയുന്നതിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയുന്നതിന്റെ അപ്പുറത്തോ കമാന്നൊരു അക്ഷരം ഇണ്ടാത്ത ഒരു വ്യക്തിയെ പോലെയാണ്. അതൊരിക്കലും അവനെ നാണം കെടുത്തുകയൊന്നുമല്ല. പക്ഷേ അവൻ അതിനകത്ത് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൃത്യമായിട്ട് അറിയാം. ആ ഒരു റെസ്പെക്റ്റിന് അവനെക്കാട്ടിലും കൂടുതൽ സന്തോഷിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റിന് നമ്മൾ കൊടുക്കുന്ന അംഗീകാരം കിട്ടുന്നതോ അശ്വിന്റെ മാതാപിതാക്കൾക്ക് തന്നെയായിരിക്കും. അത്തരത്തിൽ അവനെ വളർത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവൻ ആ ഒരു പെരുമാറ്റം വിട്ടിട്ട് വേറൊരു രീതിയിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന രീതിയിൽ പോലും ഒരിടത്തും പെരുമാറുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ അശ്വിൻ ചെയ്തിട്ടുള്ള 2-3 വ്ളോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വ്ളോഗ് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തി വന്ന് വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് തരത്തിലായിരിക്കും അത് പോകുന്നത്, അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റോട് കൂടി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട പല വീഡിയോസ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് വലുതായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്തൊരു കോണ്ടന്റ് തന്നെയാണ്. അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ വൈഫിന്റെ ഫാമിലിയിൽ നിന്നും എങ്ങനെ റെസ്പെക്ട് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫ് എന്ത് റെസ്പെക്ട് ആയിരിക്കും ആ ഒരു വ്യക്തി കൊടുക്കുന്നത്, അതേ റെസ്പെക്ട് തന്നെ ആയിരിക്കും ആ ഫാമിലിയിൽ നിന്നും ആ ഒരു വ്യക്തിയെ കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്കൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് ഇവർ തന്നെ ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വീഡിയോ അത് കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു പോകാം. ഓക്കെ. വെരി 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 ഹംഗ്രി. അമ്മയുടെ അതായത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പം അശ്വിനോടെ ചോറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അമ്മായിയമ്മ അവിടെ നിന്ന് കഴിക്കുന്നു. അശ്വിൻ ഇരിക്കുന്നു. ഓക്കെ. ശരിക്കും എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിൻ എരിവല്ലേ മെയിൻ എന്ന്. അവിടെ കറി ഇരിപ്പുണ്ട്. ചെറുക്കന് ചെറിയ കറി കിട്ടിയിട്ടില്ല. കറി ഇനി അവരാരെങ്കിലും എടുത്തു കൊടുത്താലും നിൽക്കൂ. അവനാണെങ്കിൽ മറ്റേ ഇവിടെ അന്നദാനത്തിന് ഇങ്ങനെ നിൽക്കുമല്ലോ, ആഹാരം കൊണ്ടുവരും, ഇച്ചിരി കറി തരും ഇച്ചിരി കറി തരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ചെറുക്കനാണോ എന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലൊക്കെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ മാറട്ടെ. നമ്മളൊന്ന് ഈ പാത്രം അത് ശരിയാ. ഓൾറെഡി ഞാൻ കുത്തി കൊടുത്തപ്പോഴേ പറഞ്ഞു ഇതിന്റെ ഹൈറ്റ് കാരണം ഞാൻ കിണറ്റിനകത്ത് നോക്കി കുത്തിയെന്ന്. അർജുൻ നമ്മുടെ കിച്ചന്റെ ഹൈറ്റ് കൂട്ടി. എനിക്കിതിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായെന്നറിയോ, ഇവരുടെ മെജോറിറ്റി പരിപാടിയും വ്ളോഗിങ് തന്നെ. ഇവർ വ്ളോഗ് എന്ന് പറയുന്ന സാധനം അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അതിന് ശേഷമേ ഉള്ളൂ ബാക്കി അച്ഛനായാലും മക്കളായാലും ഭർത്താവാണെങ്കിലും അവരുടെ കൺസെൻട്രേഷൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വ്ളോഗ് എങ്ങനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാം, വ്ളോഗ് എങ്ങനെ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക എന്ന രീതിയിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിട്ട് എനിക്കിത് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാലും ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ഇനിഷ്യൽ പരിഗണനയുണ്ട്. ആ പരിഗണന കൊടുത്തേ പറ്റും. അത് കാരണം അല്ലെങ്കിൽ ഈ വ്ളോഗ് കാണുന്ന വ്യക്തികൾക്ക് ഇപ്പൊ ഇതുപോലുള്ള വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന പോലുള്ള പല പല കമന്റുകൾ വരാം. കാരണം ഈ വീഡിയോയുടെ താഴെ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നിരിക്കുന്നതും അതുപോലുള്ള കമന്റുകൾ എടുത്തു വെച്ച് നമ്മൾ ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു കോണ്ടന്റ് എടുക്കാനുള്ള സാഹചര്യം. എനിക്ക് കാർട്ടൂൺസ് അശ്വിനൊക്കെ ആണെങ്കിൽ ഇതോ നോക്കിയിരിക്കുവോ, എനിക്കൊരു കഷ്ടം തരുമോ, എനിക്കൊരു കഷ്ടം തരുമോ, ഞാനൊന്നും കഴിച്ചോട്ടെ. തുടക്കം തന്നെ വലിയ കാലം എടുത്ത് സ്വന്തമായിട്ട് ഇട്ടു. അവൻ ഇച്ചിരി അങ്ങോട്ട് നീക്കിട്ട് പാത്രം വീണ്ടും നീക്കി വെച്ചിട്ട് എനിക്ക് ഇച്ചിരി കൂടെ, എനിക്ക് 2 കഷ്ടം ഇത്തിരി ചോറ് കഴിച്ചോട്ടെന്ന്. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നെ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. ഇതിപ്പോ നമ്മൾ പറയാനുള്ള കാരണം എന്താ പറയുക, ഇവര് തന്നെ പറയുന്നുണ്ട് 4 കാലുണ്ട് അതിനകത്ത്. അപ്പോഴത്തേനും അമ്മ പറയുന്നുണ്ട് വലിയ കുട്ടിക്ക് കാല് വേണ്ട. വലിയ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? നമ്മുടെ ചെറുക്കനെ അശ്വിനെ ആയിരിക്കും വലിയ കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രായം വെച്ച് നോക്കുമ്പോൾ വലിയ കുട്ടി അഹാനയാ. പക്ഷെ അഹാന ഞാൻ ഒന്ന് പറയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഹാനയുടെ വ്ളോഗ് ഇഷ്ടമാണ്. അഹാനയുടെ പരിപാടികളൊക്കെ നല്ലൊരു നിലവാരത്തിലുള്ള പരിപാടികളാണ് കൊച്ചു കാണിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കാര്യം. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു കാലെടുത്തതിന് ശേഷം അശ്വിന് വേണ്ടിയിട്ടുള്ള കാല് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലല്ലേ? ഇവിടെ ഒന്നുണ്ട് അല്ലേ?
അശ്വിന്റെ മുഖം നോക്കെ. അശ്വിന് കുട്ടിക്കാലം മതി, എന്നൊരു കൊച്ചു കാലം ഇട്ടെടുത്ത് അശ്വിന്റെ മുഖം ആയിരിക്കും നോക്കി. ഞാൻ എന്തുവാണ് ഇത്? ഇവിടെ വലിഞ്ഞു കയറി വന്നതാണോ? നീ എന്നെ കല്യാണം കഴിച്ചോണ്ട് ഇവിടെ വന്നതല്ലേ? നിന്റെ കുട്ടിയുടെ അച്ഛനല്ലേ ഞാൻ? എന്താ ഇങ്ങനെ? എനിക്ക് ഇങ്ങനെയാണോ കാല് തരുന്നത്? വലിയ കാലങ്ങളിൽ എനിക്ക് തന്നുകൂടെ? പാവം, നിഷ്കളങ്കമായ മോട്ടം, നിഷ്കളങ്കമായ മുഖം. എനിക്കറിയത്തില്ല. ഇടയ്ക്കൊക്കെ വൈഫിനെ പിടിച്ചോണ്ട് സ്വന്തം വീട്ടിലൊക്കെ പോയി 2-4 ദിവസമൊക്കെ നിന്ന് ഇച്ചിരി ഒന്ന് ഇതൊക്കെ ആയിട്ട് വരണം മനുഷ്യ. പക്ഷെ ഇനി ഇഷാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. അതാ ഒന്ന്. ഓ അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു പരിപാടി ഒന്ന് അവസാനിച്ച് കിട്ടി. കാരണം ഇതിനകത്ത് തികച്ചൊരു അവഗണന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ ഒരു വ്ളോഗ് കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഇതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. One of the worst behavior lady. Please don't do like this video and spoil your own name. YouTube should be ban people like these. Only Ahana makes good video which is useful like peace and explores. ശരി, ഞാൻ പറഞ്ഞില്ലേ, അഹാനയുടെ വീഡിയോസ് എല്ലാം സത്യം പറഞ്ഞാൽ നൈസ് സാധനങ്ങളാണ് കേട്ടോ. പീപ്പിൾസ് ഡോണ്ട് സപ്പോർട്ട് വാച്ചിങ് ദെയർ വീഡിയോ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി സ്റ്റോപ്പ് ഡൂയിങ് എന്ന്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോ ഇതുപോലൊക്കെ മനുഷ്യരെ നാണം കെടുത്തുന്ന രീതിയിൽ ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പല ടോക്കിലും പല വീഡിയോസ് കാണുമ്പോഴും ആ ഒരു വ്യക്തിയെ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നടത്തുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം തന്നെ കേട്ടോ. അടുത്തൊരു കമന്റ്. ടു മീ ഇറ്റ്സ് നോട്ട് അബൌട്ട് വുമൺ സർവിംഗ് മെൻ ഓർ മദർ ഇൻ ലോ സർവിംഗ് സൺ ഇൻ ലോ. ഇറ്റ്സ് ഓൺലി അബൌട്ട് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ. അതെ, മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്ന സംഭവമായിരിക്കും ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യുന്നത്. ആർക്കും കൊടുത്തൊന്നുമല്ല, പക്ഷെ അത് കാണുന്ന വ്യക്തികൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കമന്റുകളും വരാനുള്ള കാരണം. ദിയ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും സ്വന്തം വീട്ടുകാർ ട്രീറ്റ് ചെയ്യുക. പലപ്പോഴും അശ്വിനെ ഇൻസൾട്ട് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. കുഞ്ഞുണ്ടായാൽ മാത്രമല്ലല്ലോ പേരൻസ് ആവുക, ഇനിയും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അത് നല്ല കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ആ വീഡിയോയും അല്ലെങ്കിൽ ഇവരുടെ വ്ളോഗും കൃത്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആയിട്ട് എനിക്കിത് കൂട്ടാനായിട്ട് സാധിക്കും. അശ്വിനോട് ഇടയ്ക്കൊക്കെ സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാൻ വൈഫിനെയും കൂട്ടിക്കൊണ്ട് പോവുക. അത് വ്ളോഗ് ആക്കാനല്ല, അവർ തന്നെ ഇത്ര നല്ല ഒരു പേഴ്സണെ ആക്കിയത്. ഒരു സെൽഫ് ഡിസിഷൻസ് ഉള്ള പേഴ്സൺ ആകുക, അല്ലെങ്കിൽ ഇതുപോലൊക്കെ താന്നിരിക്കും. തീർച്ചയായിട്ടും അതിനകത്ത് അവന് ഇച്ചിരി കറി കിട്ടാനോ അല്ലെങ്കിൽ ഒരു പീസ് ക്ഷമയ്ക്ക് വേണ്ടിയിട്ടോ അവന് അത്രയും നേരം ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. കാരണം എനിക്കറിയാം, ഞാൻ ചോറൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അതുപോലെ എൻ്റെ മുന്നിലും ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഉണ്ട്. അതിപ്പോ എന്താണെന്നൊന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതുപോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്ളോഗ് കണ്ടപ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു കുറച്ചധികം കമന്റ്സ് കണ്ടപ്പോഴോ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഹസ്ബൻഡൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആയിരിക്കും കുടുംബം കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ് ആയിരിക്കും കുടുംബം കൊടുക്കുന്നത്. നമ്മൾ ആ വ്യക്തിക്ക് ആദ്യം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. കാരണം ആ വ്യക്തി സത്യം പറഞ്ഞ ഒരു ജം പേഴ്സണ്. ആ ജം പേഴ്സണ് നിങ്ങൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഒരു പക്ഷേ എനിക്കൊന്ന് കല്യാണത്തിന് മുമ്പുള്ള ഇവരുടെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടി പോയിട്ടുള്ള പല എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലും അശ്വിനെ കൊണ്ടുപോയിട്ട് ഇനിഷ്യലി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവള് തന്നെ വ്ളോഗിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ എല്ലാം പോയിട്ടുള്ള എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ അശ്വിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അശ്വിൻ്റെ മനസ്സിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണുമ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങനെ ദൂരെ മാറി ഇങ്ങനെ കസേര നോക്കിക്കൊണ്ടിരിക്കുന്നു. ആസ് യൂഷ്വൽ ദാറ്റ്സ് വെരി നൈസ്. ബട്ട് എൻ്റെ വേറൊരു വീക്ഷണകോണത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഒരു അടിമയുടെ അടുത്ത് ഒരു രാജാവ് പറയുന്ന ഒരു ഫീൽ എനിക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നോക്കിക്കണ്ട് ചെയ്യുക. ശരിയെന്നാ.